ഒരു കഥ പറയാം, ദൈവാലയ നിർമ്മാണത്തിൻ്റെ കഥ. ഈ കഥ പറയാൻ കാരണം യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലുപരി അനേക വർഷങ്ങൾ കഴിയുമ്പോൾ അതൊരു ചരിത്രമായി അതിൽ കിടക്കുമെന്നുള്ളതുകൊണ്ടാണ്. ഓരോ ദൈവാലയ നിർമ്മാണവും ഓരോ കഥകളാണ്. ഓരോ മനുഷ്യർക്കും അനേകം കഥകൾ പറയുവാനായി കാണും. കഠിനാധ്വാനത്തിൻ്റെ കഥ, വലിയ ദൈവാനുഭവത്തിൻ്റെ കഥ, കണ്ണുനീരിൻ്റെ സമർപ്പണത്തിൻ്റെ കഥ. ഞങ്ങൾ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ദൈവാലയം ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമാണ്. ഞങ്ങൾ വീടിനേക്കാൾ ശ്രേഷ്ഠമായി കരുതുന്നതാണ്. ഭവനത്തേക്കാൾ മനോഹരമാക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെയൊരു കഥയാണ് പറയാൻ പോവുക. 70-80 വർഷം പഴക്കമുള്ള ഞങ്ങളുടെ ദൈവാലയം പണിയാനായി ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ആ ദൈവാലയം പൊളിക്കുകയാണ്. ഇത്രയും വിശുദ്ധ കുർബാനകളും പ്രാർത്ഥനകളും അർപ്പിക്കപ്പെട്ട ബലിപീഠം എങ്ങനെ പൊളിക്കും? അതിൽ വല്ല ശാപവും ഉണ്ടാവുമോ എന്ന് വരെ ചർച്ച വരെ ഉണ്ടായി. അങ്ങനെ ഈ ആവശ്യം മെത്രാപ്പോലീത്ത തിരുമനസിനെ അറിയിച്ചു. പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത ഉൾക്കൊള്ളുന്ന അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമനസ് പറഞ്ഞു, ഞാൻ വന്ന് പ്രാർത്ഥിച്ച് ആ ദേവാലയം പൊളിക്കാം. അവിടുത്തെ കരുണയിലും ആശ്രയിച്ച് ഞങ്ങൾ നിർവഹിക്കാൻ പോകുന്ന ഈ ദൈവാലയത്തിന്റെ പണിയെ വേണ്ടിയിരിക്കണമേ. നാളിതുവരെയും ഞങ്ങൾ ഐക്യവും ഐശ്വര്യവുമായിരിക്കുന്ന ഈ പരിശുദ്ധമായ ത്രോണോസ് അതിന്റെ എല്ലാ ഭക്തതയോടും കൂടി സൂക്ഷിച്ച് നിന്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് ഞങ്ങൾ ഈ ദേവാലയത്തെ ഈ മത്ഭഹാനെ പുതുതായി നിർമ്മിക്കുവാൻ തക്കവണ്ണം പിതാവേ അടിയങ്ങൾ ഇടപെടുന്നു. അനുഗ്രഹമായി തീരണമേ. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളും ഈ ആത്മീയ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വേണ്ട അർഹിക്കുന്ന ബഹുമാനത്തോടെ അഭിമന്യ പിതാവ് പ്രാർത്ഥിച്ച് ഒരു ചുറ്റികയെടുത്ത് 3 പ്രാവശ്യം ബലിപീഠത്തിൽ മുട്ടി അത് പൊളിക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചു. അപ്പോഴാണ് അൾത്താരബാലന്മാരല്ലാത്തവരും ദൈവാലയത്തിലെ അമ്മമാരും പറഞ്ഞു, അച്ഛൻ, ഞങ്ങൾ ഈ ദൈവാലയത്തിൻ്റെ ബലിപീഠം പൊളിക്കുന്നതിന് മുമ്പ് അതിൽ ഞങ്ങൾ കയറി ഒന്ന് ചുംബിച്ച് പ്രാർത്ഥിച്ചോട്ടെ. പരിശുദ്ധമായ അനേക കുർബാനകൾ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ബലിപീഠമല്ലേ. ഞാനതിനുള്ള അനുവാദം പൊളിക്കുന്നതിന് മുമ്പ് നൽകി. വളരെ ഹൃദയം നിറയ്ക്കുന്ന, വളരെ ഹൃദ്യമായൊരു അനുഭവമായിരുന്നു എല്ലാവർക്കും അത്.